ഹായ് എവരി വൺ, വെൽക്കം ടു എനിത്തിങ് ഓൺ വീൽസ്. ഇന്ന് റൈഡിങ് ഗിയർസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അത് കുറച്ച് ലെങ്തി ആയ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ടൈം സ്റ്റാമ്പ്സ് ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ സ്പെസിഫിക് ആയ കാറ്റഗറിയിലെ ഹെൽമെറ്റിൻ്റെ കുറച്ചോ അല്ലെങ്കിൽ ബൂട്ടിനോ വേണമെങ്കിൽ കുറച്ച് ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്ത് നാവിഗേറ്റ് ചെയ്യാം. സോ ഞാൻ ഈ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ലഡാക്കിൽ പോയിരുന്നു. സോ അതിന് വേണ്ടി യൂസ് ചെയ്ത ഗിയർസാണിത്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ ഈ ജൂലൈ ടൈമിൽ എങ്ങനെയാണ് വെതർ, അതിന് പറ്റിയ ഗിയർസിനെ പറ്റി യൂട്യൂബിൽ കുറച്ച് നോക്കിയിരുന്നു. സോ അങ്ങനെ സ്പെസിഫിക്കായിട്ട് എനിക്ക് കുറച്ച് ഗിയർസിനെ പറ്റി അങ്ങനെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ യൂസ്ഫുൾ ആവും എന്നുള്ളത്. ഈ സെറ്റ് ഓഫ് ഗിയർസ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മാർച്ച് ടു ഒരു ജൂലൈ എൻഡ് വരെ കംഫർട്ടബിളായി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗിയർസാണ്. അതിനുശേഷം ഡിസംബറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെർമൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് ഈ സെയിം സെറ്റിനെ ഒന്നും കൂടി വിൻ്റർ പ്രൂഫ് ആക്കാൻ പറ്റുന്നതാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ ജാക്കറ്റിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി വിശദമായി പറയാം. സോ വിൽ ഗെറ്റ് ടു ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹെൽമെറ്റ്. ബിക്കോസ് നമ്മൾ റൈഡിങ് ഗിയറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഗിയർ ഹെൽമെറ്റാണ്. അത് ട്രിപ്പായാലും എവറി ഡേ ലൈഫാണെന്നുണ്ടെങ്കിലും ഹെൽമെറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഗിയർ. സോ ഇത് MTയുടെ മോഡലാണ്. MTൻ്റെ ഹമ്മർ ഒയാസിസ് എന്ന് പറഞ്ഞ ഒരു മോഡലാണിത്. ഹമ്മർ എന്ന് പറഞ്ഞ മോഡലിൽ ഒയാസിസ് എന്ന് പറഞ്ഞ കളറാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5500 ആണ്. ഇതിൻ്റെ കൂടെ വന്ന വൈസർ ഈ പ്ലെയിൻ വൈസറാണ്. ചിലവർക്ക് ഇത് തോന്നാം ഇതൊരു കുറച്ച് കോസ്റ്റ്ലി ആയ സൈഡിലാണ് എന്നുള്ളത്. ബട്ട് നിങ്ങൾ ഒരു ഹെൽമെറ്റിനെ പറ്റി അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആയ ആളാണ്, ഹെൽമെറ്റിനെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് റേഞ്ചാണ്. ഹെൽമെറ്റിൻ്റെ സീരിയസ്ലി ഒരുപാട് വലിയ റേഞ്ച് ഉണ്ട്. ഇത് ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സും ഇമ്പാക്റ്റും ഷെല്ലിൻ്റെ പ്രത്യേകതയും ഈ വൈസറിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഇതിൻ്റെ പർച്ചേസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പർച്ചേസാണ്. കാരണം ഞാൻ കോളേജ് ആയ മുതൽ എനിക്ക് ഒരു MTയുടെ ഹെൽമെറ്റ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ബേസിസാണ് ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ. സോ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സൊന്നുമല്ല. ബട്ട് എനിവേ ഇത് ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഇവിടെ ഒരു വെൻറ്റ് ആസ് യൂഷ്വലി ഒരു വെൻറ്റുണ്ട്, പിന്നെ ഫ്രണ്ടിൽ വെൻറ്റുണ്ട്, എക്സിറ്റ് വെൻറ്റുണ്ട്. പിന്നെ ഇത് ഈ സാധനം പീസ് മാറ്റാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ ഓൾറെഡി ഒരു പീസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ പീസ് വെച്ചാൽ ഒന്നുകൂടി എയറോഡൈനാമിക് സ്പോർട്ടി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു പീസ് ഉണ്ട്. പിന്നെ ക്വിക്ക് റിലീസാണ്, ഒരു ടാഗ് ഉണ്ട്. ഈ വൈസർ ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു ക്വിക്ക് റിലീസ് ഉണ്ട്. ഇത് പിടിച്ച് വലിച്ച് ഈ വൈസർ പെട്ടെന്ന് പോരും. അതുകൊണ്ട് നമുക്ക് വൈസർ ചേഞ്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. ഡുവൽ വൈസർ ഇല്ല, ഇൻസൈഡ് വൈസർ ഷെയ്ഡ് ഇല്ല, അത് MTയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വൈസർ വാങ്ങാനും കാരണം ഇതിൻ്റെ കൂടെ പ്ലെയിനാണ് വന്നിരുന്നത്. ലഡാക്കിലൊക്കെ പോകുമ്പോൾ ഫുള്ളി സണ്ണി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് മോർണിംഗ് റൈഡിന് വളരെ സണ്ണിയാവും. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ടിൻഡ് വൈസർ ഓർ എ സൺഗ്ലാസ്. ബട്ട് എനിക്ക് സ്പെക്സ് ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൺഗ്ലാസ് എന്നുള്ള ഓപ്ഷൻ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വൈസർ എടുത്തത്. ഈ വൈസറിന് എക്സ്ട്രാ 1400 വരുന്നുണ്ട്. MTയുടെ ഒരു കോസ്റ്റും പിന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാമാണ്. ബട്ട് ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് വേണമെന്ന് ചോദിച്ചാൽ ട്രിപ്പിന് വേണ്ട, ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വേഗേ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം സ്റ്റാൻഡായ ഒരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് മതി നിങ്ങളുടെ ലഡാക്ക് ട്രിപ്പിന്. ഈ ഒരു റേഞ്ചിലും ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. ബട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക. ഞാൻ പോയ ടൈമിൽ അവിടെ ഒരു ബൈക്കെല്ലാം ഞങ്ങൾ റെൻ്റ് എടുത്തൊരു പാക്കേജിലാണ് പോയിരുന്നത്. ആ പാക്കേജിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇടാം, വേറൊരു വീഡിയോ ഉണ്ടാക്കാം. സോ ആ സമയത്ത് വന്നവരിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഈ ഹെൽമെറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരെല്ലാം അവിടുന്ന് ബൈക്കിൻ്റെ കൂടെ റെൻറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഹെൽമെറ്റാണ് യൂസ് ചെയ്തിരുന്നത്. ആ ഹെൽമെറ്റ് എന്ന് പറയുന്ന ക്വാളിറ്റി
ഒന്ന് വല്ലാതെ ഉണ്ടാവില്ല, രണ്ട് കുറേ യൂസ് ചെയ്താൽ ഒരുപാട് യൂസ് ചെയ്ത ഹെൽമെറ്റ് ആയിരിക്കും, മൂന്ന് നിങ്ങളുടെ സൈസ് ആൻഡ് ഫിറ്റ് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഹെൽമെറ്റ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ ട്രിപ്പിന് വന്നവരെല്ലാം ഞങ്ങൾ ഹെൽമെറ്റ് കണ്ട് പറഞ്ഞു ഹെൽമെറ്റ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അത് നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ ചെയ്തത് എല്ലാവരും ഞങ്ങളത് പറഞ്ഞു. സോ നിങ്ങൾ സ്വന്തം ഹെൽമെറ്റ് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലത്. ഐ തിങ്ക് വെഗൻ്റെ ബോൾട്ട് എല്ലാം നല്ല കംഫർട്ടബിൾ ഹെൽമെറ്റ് ഉണ്ട്. അല്ല നിങ്ങൾക്ക് അതുപോലെ കുറച്ച് നല്ല ഹെൽമെറ്റ്, ഇതിലും നല്ല ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്നത് നല്ലത്. പിന്നെ ഹെൽമെറ്റ് കൊണ്ടുപോകുമ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെക്കിൻ ബാഗിൽ ഇടാതിരിക്കുക, നമ്മളെ ഹാൻഡ് ബാഗിൽ കീപ്പ് ചെയ്യുക. സോ അതാണ് അടുത്ത കാര്യം ഞാൻ നോക്കിയിരുന്നത് യൂട്യൂബിൽ, ഇത് ഹാൻഡ് ബാഗിൽ ഇടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്, ഫ്ലൈറ്റിൽ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. സോ അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഹാൻഡ് ബാഗിലിടാം. ഓവറോൾ വെയ്റ്റ് 7 kg ഓർ നിങ്ങളുടെ 10 kg ഫ്ലൈറ്റിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന വെയ്റ്റിൻ്റെ ഉള്ളിൽ വന്നാൽ മതി. അങ്ങനെ വന്നാൽ ഇത് ഹാൻഡ് ബാഗിലിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് അവർ വളരെ കെയർലെസ് ആയിട്ടാണ് ത്രോ എല്ലാം ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ ഹെൽമെറ്റ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, ഷെല്ല് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാൻഡ് ബാഗിൽ തന്നെ ഇടാം. ഓവറോൾ വെയിറ്റ് വന്നാൽ മതി. സോ ഇറ്റ് വിൽ ബി ഫൈൻ. ഞാനൊരു ഹാൻഡ് ബാഗ് ഇതിനും കുറച്ച് പെട്ടെന്ന് വരുന്ന ജാക്കറ്റും കാര്യങ്ങളും ഇട്ടിട്ടും പിന്നെ ഒരു ക്യാമറ ബാഗ് വേറെ ചെറിയൊരു ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. രണ്ടും കൂടി സുഖമായിട്ട് ഹാൻഡ് ബാഗ് യൂസ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ ചെക്ക് ഇൻ ബാഗിലാണ് ഇട്ടത്. ബട്ട് ഇത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ക്ലോത്ത്സ് ഫുള്ള് ഇത് റാപ്പ് ചെയ്ത് നേരെ ഫുൾ ഒരു 4-5 ക്ലോത്ത് കൊണ്ടല്ല റാപ്പ് ചെയ്ത് ബാക്കി ഇവിടെ ഇങ്ങനെ ക്ലോത്ത് ഫില്ല് ചെയ്ത് ഒരു അനങ്ങാത്ത രീതിയിലാണ് പാക്ക് ചെയ്തത്. അതുകൊണ്ട് ഇതിനൊന്നും പറ്റിയില്ല. ഇത് എനിക്ക് കൊണ്ടുപോയിട്ട് യൂസ്ഫുൾ വന്നില്ല. ഞാനിത് എന്തിനാണ് കൊണ്ടുപോയതെന്ന് വെച്ചാൽ വല്ല റെയിനി സിനാരിയോ വരികയാണെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള സിനാരിയോ വരികയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റിൽ റൈഡ് വരുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുപോയത്. ബട്ട് ഇതിൻ്റെ യൂസ് വന്നില്ല, ഫുൾ ഇതന്നെ വന്നത്. ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളായി. വൈസറോ സൺഗ്ലാസോ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. സൺഗ്ലാസിനേക്കാളും നല്ലത് വൈസറാണ്. ബിക്കോസ് ഗ്ലാസ് ഇട്ടിട്ട് നമ്മുടെ ഹെൽമെറ്റിനുള്ളിൽ ഒരു ബുദ്ധിമുട്ട് അതുണ്ടാവില്ല. പിന്നെ ഉള്ളിൽ നിങ്ങൾ ഈ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ആക്സിസിലൊക്കെ തന്നെ ഉള്ളിൽ ഈ ഡുവൽ വൈസറൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തതാണെങ്കിലും വിൽ സഫൈസ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഹെൽമെറ്റ്. സോ നമ്മുടെ റൈഡിങ് ഗിയറിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ബൂട്ടാണ്. എല്ലാവരും ഹെൽമെറ്റ് കഴിഞ്ഞാൽ നേരെ ഗ്ലൗസ് അല്ലെങ്കിൽ ജാക്കറ്റുമൊക്കെയാണ് പോവുക. ബട്ട് നെക്സ്റ്റ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ബൂട്ട്. പ്രത്യേകിച്ച് ടഫ് ടെറൈനായ ഈ സോഫ്റ്റ് റോഡൊക്കെ ആയ ലഡാക്ക് പോലൊക്കെ ട്രിപ്പിൽ നമ്മൾ ബൈക്കൊന്ന് ജസ്റ്റ് ടോപ്പിൾ ചെയ്താൽ കാലൊന്ന് ഇടയ്ക്ക് അതിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ചയിൽ തന്നെ കല്ലുമെല്ലാം കാല് തട്ടാനോ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. സോ ബൂട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് വിത്ത് സം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. ആൻഡ് ഇത് ഒരു പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് ബൂട്ടല്ല എന്നുള്ളത് എനിക്കറിയാം. ബട്ട് ഇന്നേപോലെ ഞാൻ ദിസ് ഈസ് അഗെയിൻ എ ബിഗിനർ ഓർ എ ഹയർ ലെവൽ ഓഫ് ബിഗിനർ, ഇൻ്റർമീഡിയറ്റ് ആയ ഒരാളോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നിങ്ങളൊരു ബൂട്ട് നോക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു നീ പ്രൊട്ടക്ഷൻ്റെ ബൂട്ട് നോക്കുക, ഷൂസ്. ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ്. ഞാൻ ശരിക്കും ഒരു ഫുൾ റൈഡിങ് ബൂട്ട് എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ കാരണം ഇതൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇത് പറയാനും കാരണം നിങ്ങൾക്കൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ എങ്ങനത്തെ ഒരു ബൂട്ട് നോക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ റൈഡിങ് ബൂട്ട് ഞാനൊരു ആക്ച്വലി ഒരു 10K വരെ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് കുറച്ച് റൈഡിങ് ബൂട്ട് ട്രൈ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിൻ്റെ മുന്നിൽ വേറെ പല യൂട്യൂബ് വീഡിയോസും കണ്ടിരുന്നു, ലൈക്ക് റൈഡിങ് ബൂട്ട് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം സ്പെൻഡ് ചെയ്ത് നല്ലൊരു ബൂട്ട് വാങ്ങുന്നതാണ് നല്ലത് എന്ന്. എന്നായിട്ട് നോക്കിയപ്പോൾ ഈ കുറച്ചൊക്കെ ഒരു നല്ലൊരു ബൂട്ട് കംഫർട്ടബിളായി ഇടാൻ പറ്റുന്ന ബൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസ്റ്റ് 20K+. അല്ലാതെ അതിൻ്റെ ഇടയിൽ 10-11 വരുന്നതൊന്നും എത്ര കംഫർട്ടില്ല. കാരണം ഈ ആങ്കിൾ നല്ല സ്റ്റിഫായിരിക്കും. ഞങ്ങൾ ഈ പുറത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ബൈക്ക് റൈഡ് മാത്രമല്ല, ബൈക്ക് ഇറങ്ങി കുറേ നടക്കാനുണ്ടാവും. അങ്ങനത്തെ ടൈമിൽ ആങ്കിൾ നല്ല സ്റ്റിഫായിരിക്കും. സോ ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഒരു 20K+ ബൂട്ട്സ് മാത്രമേ ഒരു ഈസിനെസ് കുറച്ചെങ്കിലും ഒരു ഈസിനെസ് തന്നിരുന്നത്.
പിന്നെ വാട്ടർ പ്രൂഫും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. സോ ഇഫ് യു ക്യാൻ അഫോർഡ് 20K പ്ലസ്, യാ ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ദാറ്റ്സ് ബെസ്റ്റ് ആക്ച്വലി. വിത്ത് വാട്ടർ പ്രൂഫ് വളരെ യൂസ്ഫുൾ ഉണ്ടാവും. ഇതിന് വാട്ടർ പ്രൂഫ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചില സമയത്തൊന്നും നനഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി ഇത് ഏതാണെന്ന് വെച്ചാൽ വുഡ്ലാൻഡിൻ്റെ സാധാ ഹൈക്കിംഗ് ബൂട്ടാണ്. ഇത് കാണുന്ന പോലെയല്ല, അത് വെരി വെരി ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് വളരെ സുഖമായിരുന്നു. ഇതിന് അറൗണ്ട് 6K ആണ് ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത്. ബട്ട് എനിക്ക് 40% സം ഡിസ്കൗണ്ടിൽ 3.5Kക്കാണ് കിട്ടിയത് ഇത് വന്നത്. സോ അങ്ങനെ പ്രൈസിൽ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അതായത് ഞാനിങ്ങനെ ഹൈക്കിംഗ് ബൂട്ട് ഉദ്ദേശത്തിൽ പോയി എടുത്തതെന്നല്ല. ഇതാകുമ്പോൾ എനിക്ക് വീണ്ടും യൂസ് ചെയ്യാം എന്നുള്ളൊരു ലക്ഷ്യത്തിലെടുത്തതാണ്. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്, വെരി ഗുഡ് ബൂട്ട്. ഇതിന് ശേഷം ഞാൻ റൈഡിന് ശേഷം കുറച്ച് ഹൈക്കിങ്ങിൽ ഇത് യൂസ് ചെയ്തിരുന്നു. വളരെ യൂസ്ഫുള്ളാണ്. അവിടുന്ന് യൂസ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും അത്യാവശ്യം തെർമൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും എല്ലാം അവിടുന്ന് യൂസ്ഫുള്ളായിരുന്നു. സോ ഇതിന് പകരം ഇത് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഇതുപോലെ തന്നെ ഈ സൈസിൽ എക്സാക്ട് സൈസിൽ കുറച്ച് ബൂട്ടുകൾ വരുന്നുണ്ട്. 4500 മുതലൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ചുണ്ട്. പക്ഷേ അവരുടെ ഓൺലൈൻ സ്റ്റോറിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടാവാറുണ്ട്. നിങ്ങളൊരു റൈഡിങ് ബൂട്ട് ഓർ ഷൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. ബിക്കോസ് നോർമൽ ഹൈക്കിംഗ് ബൂട്ടിനേക്കാളും അല്ലെങ്കിൽ ഷൂസിനേക്കാളും വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആംഗിളിലൊക്കെ അല്ലെങ്കിൽ അതർ ഇമ്പാക്റ്റ് ഏരിയയിലൊക്കെ ഒരു പ്രൊട്ടക്ഷൻ പാഡിങ് വരും. ഗുഡ് ഓപ്ഷൻ ടു വെരിഫൈ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ബൂട്ട്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്ലൗസ്. ഇത് റൈനോക്സിൻ്റെ എയർ GT എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഫുള്ളി ലെതറായ ഒരു ഗ്ലൗസാണ്. ഇത് ആസ് യൂഷ്വലി ഇവിടെ ഒരു പ്രൊട്ടക്ടർ വരുന്നുണ്ട്. പിന്നെ ഫിംഗേഴ്സിലെല്ലാം ചെറിയ പ്രൊട്ടക്ടേഴ്സ് ഉണ്ട്. ഈ 2 ഫിംഗേഴ്സിലും ഒരു സ്ട്രെച്ചബിളായ മെറ്റീരിയൽ ഉണ്ട് ക്ലച്ച് ആൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സ്ലൈഡേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ട്. ഓവറോൾ ഒരു സോളിഡ് ഗ്ലൗസാണ്. ഇതിന് തെർമൽ സപ്പോർട്ടില്ല, അതുകൊണ്ട് തന്നെ ലോവർ ടെമ്പറേച്ചറിൽ വാമായി കീപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ ലഡാക്കിലൊരു മാർച്ച് ടു ജൂലൈയിലെ പോകുന്നുണ്ടെങ്കിൽ ഇത് മതി. നിങ്ങൾ കാർദുംഗ്ല, കാച്ച്ല അങ്ങനെ ഒരു ആൾട്ടിറ്റ്യൂഡ് സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമേ കുറച്ച് തണുപ്പ് അനുഭവപ്പെടുള്ളൂ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സർജിക്കൽ ഗ്ലൗസ് ഇട്ടു, അത് മതി. അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചർ വാമായി നിൽക്കാൻ സാധിച്ചു. പിന്നെ ഇതിൻ്റെ ഫുൾ കോൺഗ്ലെറ്റ് അല്ല. ഫുൾ കോൺഗ്ലെറ്റ് ഗ്ലൗസ് വരുമ്പോൾ അതിന് ഒരു 5000 റേഞ്ചിൽ വരും. യൂഷ്വലി അതിൽ തെർമൽ ലൈനേഴ്സും ഉണ്ടാവും. ഫുൾ കോൺഗ്ലെറ്റ്സാണ് ഒന്നും കൂടി നല്ലത്. ബട്ട് അറ്റ്ലീസ്റ്റ് ഇതിന് ഈ ഒരു ബോണിൻ്റെ സപ്പോർട്ട് പ്രൊട്ടക്ടർ ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് ദാറ്റ് നല്ലതാണ്. പിന്നെ നമുക്കിത് ഡിസംബറിലൊക്കെ യൂസ് ചെയ്യണം, വിൻ്ററിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെക്കത്തോണിലെല്ലാം ഒരു ലൈനർ കിട്ടും, ഒരു ഗ്ലൗസ്, വാമർ ഗ്ലൗസ് കിട്ടും. അത് ടൈറ്റായി ഒന്ന് വാങ്ങിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ടാൽ മതി. എന്നാലും വിൻ്ററിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2950 ആണ്. ഈ റേഞ്ചിൽ റൈനോക്സിൽ ഒരുപാട് ഗ്ലൗസ് ഉണ്ട്. ഞാൻ ഈ സ്പെസിഫിക് മോഡൽ വാങ്ങാൻ കാരണം ഈ ജാക്കറ്റാണ്. ഈ ജാക്കറ്റും എയർ GT ആണ്. സോ ഇത് രണ്ടും സെയിം കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഗ്ലൗസ് വാങ്ങിയത്. ഈ ജാക്കറ്റിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ ജാക്കറ്റും അതിൻ്റെ കൂടെയുള്ള ലൈനേഴ്സ് ആൻഡ് അതർ സെറ്റ് ഓഫ് ഗിയർസ് ലൈക്ക് നീ ഗാർഡ് ആൻഡ് ടാങ്ക് ബാഗ് എക്സെട്ര, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയി വരുന്നതാണ്. ബിക്കോസ് ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോയി. സോ അതുവരെ ബൈ, ടേക്ക് കെയർ.